Malayalam sing a song. With Kerala song. It put another ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെയുള്ള ഇൻട്രോ. ഇപ്പൊ നമ്മള് ജോധ്പൂരാണുള്ളത്. ജോധ്പൂരില് നമ്മള് നേരെ ഒരു കോട്ട കാണാൻ പോയി, പാലസ്. വലിയ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കോട്ടകളിൽ ഒന്നാണ് ഈ ഫോർട്ട് കേട്ടോ. എൻ്റെ അമ്മേ, ഓ എന്ത് ഹൈറ്റാ നോക്കി. റെഡ് കളറിൽ മാർക്ക് ചെയ്തേക്കുന്നത് പീരങ്കി വന്നിട്ട് വെടികൊണ്ട് വന്ന് ഇടിച്ച സ്ഥലമാട്ടാ തോള. One king built this fort, 29 king built this fort the different time, add-on to add-on. So 400 years start the construction. Not only 1 year, 2 year, 400 years. 400 years to build. So 1459 to 1843. New part is the 23 kings. 29 kings. Now is 39 generation. The present king live in the Umaid Palace. The name of the present king, Maharaja Gat Singh, is now is 77 is running age. He live in the Umaid Palace. The present king this fort converted in the museum in 1972. മഹാരാജ ഗട്ട് സിംഗ് എന്ന് പറഞ്ഞ രാജാവാണ് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ രാജാവ്. 39ാമത്തെ ജനറേഷനിലെ രാജാവാണ്. ഏകദേശം 29 രാജാക്കന്മാരും 400 വർഷം എടുത്തിട്ടാണ് ഈ ഫോർട്ട് പണിതത്. ഇപ്പോൾ ഇവിടെ ഒരു പാലസിലാണ് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള രാജാവുള്ളത്.
Malayalam sing a song. With Kerala song. It put Nadan Now is a 77 years. Normally in the women home place. ഓ Few times. This is present school. That time only 4. ആ കാണുന്ന ചൈൽഡ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ 74 അത്രയും കണ്ട് ഏജ് ഉണ്ട്. ഇതാണ് ലാസ്റ്റത്തെ രാജാവ്. ഓ Made by wood and silver. Inside the solid wood, but outside you can see the silver one. The yellow is gold leaf. This one used for the festival times. Like Dasara in Mysore. Dasara, like Mysore and Dasara. In Jodhpur is Gangur festival, Ramnavami, Ganpati festival. The different festivals. We celebrate a lot of festivals. We use this one for the festivals. ഇവിടുത്തെ ഫെസ്റ്റിവൽസിന് യൂസ് ചെയ്യുന്ന കേട്ടോ പറയുന്നത്. ഗായ്സ്, ഈ സംഭവം നമ്മുടെ ഷാജഹാൻ ഗിഫ്റ്റ് കൊടുത്ത കേട്ടോ നമ്മുടെ ഈ രാജാവിന്. ഇതെല്ലാം പലതരം ആനേൻ്റെ പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ രാജാക്കന്മാർ പോലെ ആ സംഭവങ്ങളാട്ടോ ഇതൊക്കെ ഇപ്പോൾ കണ്ടതെല്ലാം. മാത്രമേ യൂസ് ചെയ്യുള്ളൂ ഇത്. ഇതോ ഹോളി പീപ്പിൾസ്. ഓ ഇത് VIP ഗസ്റ്റ് വെൽക്കം ചെയ്യുന്ന. ഇതിലുള്ള സ്റ്റോണുകളൊക്കെ കണ്ടോ എന്ത് ഭംഗിയായിട്ട് വെച്ചിരിക്കുന്നു. നല്ല പവിഴമൊക്കെ ആയിരിക്കും മിക്കവാറും. ഇത് വുഡും സിൽവറും കൊണ്ടാട്ടോ ഈ ഒരു ഇത് നിർമ്മിച്ചേക്കുന്നത്. ഇതാട്ടോ ഇവിടുത്തെ രാജകുമാരികൾ കല്യാണത്തിന് പോകുന്നത്. ഇതിന് പറയുന്ന ഡോലി എന്നാട്ടോ. ഇത് രാജകുമാരൻ വെഡിങ്ങിന് പോകുന്നത്. എന്ത് സെറ്റപ്പാ അല്ലേ. പണ്ടത്തെ കാലത്ത് എന്താ വൈബ് എന്ന് ആലോചിക്ക്. കഴിച്ച് കൊട്ടാരത്തിലെ വാട്ടർ ടാങ്കാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അടി ഫുള്ള് വാട്ടർ ടാങ്കാണ്. ഇത് കണ്ടോ, ഇതിലെ കൂടെ ആയിരിക്കും കേട്ടോ എല്ലാവരും താഴെ നടക്കുന്ന പരിപാടി കാണുന്നത്. പ്രിൻസസ്. ഇവിടെയാണ് ഡാൻസും പരിപാടികളൊക്കെ നടക്കുന്ന ഏരിയ. Famous for the mining, handicrafts, and Kundanchuri and Nagaur paintings. Nagaur is famous for the stone mining, Pokhran for the army area. Nagaur is very famous for making the lap bangles. Oh. Nagaur is very famous for the leather items. All items you can find in the Jodhpur, because Jodhpur is the center of the marble, capital of the marble. ഇവിടുത്തെ വെഡിങ്ങിൻ്റെ ഒക്കെ ഫോട്ടോസാണ് കേട്ടോ.
Oh, tree. Yeah, this like the gum Arabic, Okay, yeah. like a turmeric color. This is the pepper This use. is the pepper, rice peppers. This is called Baghdad grasses. School is not This is like a gallery. ആ ഓ Yeah. And then No. അണ്ണാന്റെ next സ്കിൻ five, six, ഇതില്ലേ 5, 6 here, and then put the gum Arabic. That's why it's like that. So, this is rice pepper. Still now the Jodhpur king opened the art school inside the fort. ഗൈസ് പേപ്പർ ഉണ്ടാക്കുന്നുണ്ട് പണ്ട് ഈ പേപ്പറൊക്കെ ഉണ്ടാക്കിയത് അങ്ങനെയാണ് ഇവിടെ കാണുന്ന എല്ലാ പെയിൻറ്റിങ്സും ഈ കളറുകൾ വെച്ചിട്ടാട്ടോ ചെയ്തേക്കുന്നത് ഈ കളർ ഉണ്ടാക്കുന്നത് പണ്ട് ഓരോരോ സ്റ്റോണും അതേപോലെ മരത്തിൻ്റെ ഇതെല്ലാം വെച്ചിട്ടാണ് ഈ കളറുകൾ പണ്ട് ഉണ്ടാക്കുന്നത് ഇതിപ്പോഴും ഇവർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ Celebration for the baby for Lord Shiva. സിൽവറും ഗോൾഡും കൂടെ ഒറിജിനൽ ഇത് ഒറിജിനൽ സിൽവറും ഗോൾഡും കേട്ടോ ഇവിടുത്തെ കിൻ്റെ വെഡ്ഡിങ് ഡ്രസ്സാണ് ഇത് ഇവിടുത്തെ കുഞ്ഞ് രാജാവിൻ്റെ ഡ്രസ്സാട്ടോ ചെറുത്ത് അന്നത്തെ വർക്കൊക്കെ നോക്കി ഇന്നും ഈ വർക്കൊക്കെ തന്നെയാണ് കേട്ടോ ഡ്രസ്സിൽ ഇത് ഇവിടുത്തെ മെഡിറ്റേഷൻ റൂം ആട്ടോ ഇതിൻ്റെ ഉള്ളിൽ ക്യാൻഡിൽ കത്തിച്ച് നോക്കുമ്പോൾ ഫുള്ള് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും ഗായ്സ് ഇത് ഇവിടുത്തെ ഡാൻസിങ് പാലസാണ് കേട്ടോ ഇതിനെ പറയുന്നത് രംഗ് മഹൽ എന്നാണ് ഇവിടെയാണ് രാജാവും രാജ്ഞിയൊക്കെ ഇരുന്ന് ഡാൻസും പരിപാടി എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ കാണുന്ന ഏരിയ ഇത് ഫുള്ള് ഗോൾഡാണ് ഒറിജിനൽ ഗോൾഡ് Made in England, മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് UK. ഓ Only the steps. Just all the 4 country block. സ്റ്റെപ്പ് നോക്കി എന്തൊരു ഭംഗിയാ I saw the weapons. നമ്മുടെ കോട്ടയൻ്റെ ഉള്ളിൽ നിന്നുള്ള വ്യൂ ആട്ടോ ഇത് There's the one for ഇത് the ജോധ്പൂർ പാലസ് ആണ് ഇവിടെയാണ് ഇപ്പോൾ പ്രിൻസസ് Maharaja room, താമസിക്കുന്നത് half part used for the Maharaja. Only 10 to 15 room used for the museum. How is that? ഗായ്സ് ഈ പാലസ് വെച്ചിട്ടാണ് നമ്മുടെ പ്രിയങ്ക ചോപ്രയുടെ വെഡ്ഡിങ് നടന്നത് ഗൈസ് ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ബ്ലൂ സിറ്റിൻ്റെ വ്യൂ കാണാം കേട്ടോ നോക്കി എന്ത് ഭംഗിയാ പണ്ട് നേരത്തെ ഫുള്ള് ബ്ലൂ ആയിരുന്നു ഇപ്പോൾ കുറേ പേര് പെയിൻ്റൊക്കെ മാറ്റി നല്ല രസമുണ്ട് കാണാൻ വ്യൂ ഗൈസ് ആ കൊട്ടാരത്തിൻ്റെ ബൗണ്ടറി ആട്ടോ ഈ ലൈൻ കാണുന്നത് Sun gate is called the Janani Lodi. Especially this courtyard used only for the queen, princess, Rajmata, only for the ladies. ഓ King is not allowed without any message, without any permission. ഇവിടെ ക്വീൻസിന് മാത്രമേ പ്രവേശനമുള്ളൂ Permissions. ഗൈസ് ഇവിടുത്തെ അക്കൗണ്ട് സെക്ഷനാണ് Let's ഗൈസ് ഇവിടുത്തെ രാജകുമാരൻ രാജകുമാരി കുഞ്ഞുമാമാരുടെ തൊട്ടി last medals, he is the present in Jodhpur. The Maharaja Gatsil second. The last medals in 1948. The last അമ്മേ പിള്ളേരൊക്കെ കിടന്ന് തൊട്ട് നോക്കി electric fence. ഗൈസ് ഇതായിട്ട് നമ്മുടെ ലാസ്റ്റത്തെ പ്രിൻസ് കിടന്ന് തൊട്ടി ഇത് ഇലക്ട്രിക് ആണെന്നാ പറഞ്ഞത് ചിലപ്പോൾ തന്നെ ആടുമായിരിക്കും അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ കോട്ടയിലെ
കാഴ്ചകളൊക്കെ ഇനിയും ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ടായി. ഞങ്ങളുടെ ഫോണിൻ്റെ സ്പേസ് തീർന്നു, ഗോപ്രോൻ്റെ സ്പേസ് തീർന്നു, ചാർജ് തീർന്നു. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് അധികം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളിതേ പോരുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ കയറി ലൈറ്റായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി ഞങ്ങൾ ഇവിടെ നിന്നുള്ള ഞങ്ങളുടെ യാത്ര വെരി വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. ഇനി ഞങ്ങൾ ജയ്സൽമേറിലേക്കാണ് പോകുന്നത്. ജയ്സൽമേർ ഡെസേർട്ടിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ഡെസേർട്ട് ഉണ്ട്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് പോവാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതൊക്കെ. അപ്പോൾ അവിടെ നമ്മൾ പോകുന്ന വഴി കണ്ട കാഴ്ചകളും എല്ലാം അടിപൊളിയായിരുന്നു. ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. പിന്നെ അവിടെ ഞങ്ങൾ താമസിച്ച സ്ഥലം, മരുഭൂമിയിൽ നമ്മൾ താമസിക്കുന്ന ഒരു കഥ. Yeah.